ബൈക്ക് വാങ്ങുന്നതിന് മുന്നേ നമ്മളിൽ പലരും യൂട്യൂബ് റിവ്യൂ കാണും. അതിൻ്റെ പ്രൈസ് നോക്കും, ഫ്യൂച്ചർ നോക്കും, ഓപ്ഷൻ നോക്കും, ഒപ്പീനിയൻ നോക്കും. പക്ഷേ ഒരു ബൈക്കിനെ ശരിക്കും മനസ്സിലാക്കുന്നത് അതിനൊപ്പം ജീവിച്ച ശേഷമാണ്. കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഡൊമിനാർ 400 എൻ്റെ യാത്രകളിൽ ഒരു ഭാഗമായിട്ടാണ് എന്നും ഞാൻ കൂടെ കൂട്ടിയിട്ടുള്ളത്. ബജാജ് ഡൊമിനാർ ഉപയോഗിച്ച് ഞാൻ പല യാത്രകളും ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ ടു കണ്ണൂർ തന്നെ ഒരു 12 പ്രാവശ്യവും, വാൾപ്പാറ, ഗോവ, കൊല്ലിയിൽ, ഏർക്കാട്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ ട്രാവൽ എക്സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർഷത്തിനിടയിൽ ഞാൻ എന്തൊക്കെ ഫീൽ ചെയ്തു, എന്തൊക്കെ കംപ്ലൈൻറ്റുകൾ എനിക്ക് ഫേസ് ചെയ്തു, എന്തൊക്കെ അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഞാൻ 400 യൂസ് ചെയ്ത്. സോ ഇതൊക്കെയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ റോഡ്മേറ്റ്. എനിക്ക് ബൈക്ക് വാങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് മനസ്സിലുണ്ടായത്. ടൂറിങ്, ലോങ് റൈഡ്സ്, കംഫർട്ട്, ഹൈവേ സ്റ്റെബിലിറ്റി, പവർ. അതിനാലാണ് ഞാൻ ഡൊമിനാർ 400 ചൂസ് ചെയ്യുന്നത്. സോ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഡിസിഷൻ ചെയ്യുകയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് പറഞ്ഞാൽ ഈ ബൈക്ക് ഹൈവേ ആൻഡ് ടൂറിങ്ങിന് ആണ് ഞാൻ പ്രിഫർ ചെയ്യുക. സോ ഈ ഹൈവേയിൽ ഈ ബൈക്ക് ഞാൻ ജീവിക്കുകയാണ്. സോ 100 മുതൽ 120 വരെ ക്രൂസ് ചെയ്യാൻ ഒരു പ്രോബ്ലവും ഇല്ല. അടിച്ച ഊത്തേക്ക് കയറ്റി പോകാം. സോ ബൈക്ക് നമ്മളോട് പറയും, നീ എത്ര സ്പീഡ് വേണമെങ്കിലും എടുത്തോളൂ, ഞാൻ തന്നെ സേവ് ചെയ്തോളാം. അത്ര കംഫർട്ടാണ് ഈ ബൈക്ക് ഹൈവേയിലും ലോങ് റൈഡിലും. അതുപോലെ നല്ല പവർ. ഞാൻ ഗോവയിലേക്കും വാൾപ്പാറയിലേക്കും ഇവിടുന്ന് ബാംഗ്ലൂർ ടു കണ്ണൂരൊക്കെ ഞാൻ റൈഡ് പോകുമ്പോൾ എനിക്കൊരു ടയർഡ്നെസ്സോ അല്ലാതെ ഒരു എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനത്തെ ഒരു എന്താ പറയുക ഫാറ്റീഗോ ഇല്ല ഹെഡ് ഏക്കോ ബോഡി പെയിനോ ഒന്നും ഉണ്ടാകാറില്ല. അത്ര കംഫർട്ടായിട്ടാണ് എനിക്ക് ഈ ഡൊമിനാർ 400 ഫീൽ ചെയ്യുന്നത്. സോ അത്രത്തോളം എനിക്കിഷ്ടമാണ് ഈ ഡൊമിനാർ 400 എന്ന് പറയുന്ന ഈ പവർഫുൾ ബൈക്കിന്. ഈ ബൈക്കിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടും. അത് കറക്റ്റാണ്. 373cc എഞ്ചിൻ പവർഫുള്ള വണ്ടിയാണ്. ആൻഡ് സ്മൂത്താണ്. ആൻഡ് ഇതുവരെ പവർ എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുമില്ല. വളരെ കംഫർട്ടായിട്ടാണ് ഞാൻ ഈ ബൈക്ക് ഓടിക്കുന്നത്. പക്ഷേ സിറ്റി റൈഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡൊമിനാർ 400 ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൺലി ഫോർ സിറ്റി റൈഡ് ആണെങ്കിൽ ഞാൻ ഇതിനെ ഒരു 70 മാർക്ക് ചെയ്തൊരു ഔട്ട് ഓഫ് 100. ബിക്കോസ് സിറ്റി റൈഡിന് ഇതത്ര കംഫർട്ടല്ല, ഭയങ്കര പവർഫുള്ളാണ്, വെയിറ്റ് കൂടുതലാണ്, വൈബ്രേഷൻ അടിക്കും. അതുകൊണ്ട് സിറ്റി റൈഡിന് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡൊമിനാറിനെ മാറ്റി വേറെ ഏതെങ്കിലും ബൈക്ക്, നിങ്ങൾക്ക് കംഫർട്ടായ ബൈക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാനാണ് ഞാൻ പറയാം. സോ ഡൊമിനാർ അത്ര കംഫർട്ടല്ല ഫോർ സിറ്റി റൈഡ്. ഞാൻ എൻ്റെ ഒരു ഡൊമിനാർ ഞാൻ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണോ കാൽക്കുലേഷൻ ചെയ്തത്, സോ 70-75% ലോങ് ട്രിപ്പ് ഫോർ ടൂറിങ് ആൻഡ് 25-20% സിറ്റി റൈഡ്. സോ ദാറ്റ് ഈസ് മൈ പ്രിഫർ. സോ ദാറ്റ്സ് വൈ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് ഡൊമിനാർ പോകുന്നതും എനിക്ക് അത്രത്തോളം ഇഷ്ടം ഡൊമിനാറിനോടുള്ളത്. പിന്നെ ഈ ഒരു വർഷം കൊണ്ട് ഞാൻ ഇതുവരെ ഒരു മേജർ കംപ്ലൈൻറ്റും ഈ ബൈക്ക് എനിക്ക് തന്നിട്ടില്ല. ഒരു കംപ്ലൈൻറ്റും ഞാൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓൺ ദ സർവീസ്, എവറിത്തിങ്, ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസ്, എവറിത്തിങ് ഞാൻ പ്രോപ്പർലി ഞാൻ അത് കറക്റ്റ് ടൈമിൽ ഞാൻ ചെയ്യും, ഓൺ ടൈമിൽ. അതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഞാൻ ഈ വണ്ടിയുടെ പെർഫോമൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുക. സോ സർവീസൊക്കെ കറക്റ്റായിട്ട് ഞാൻ ചെയ്യും. ദ പ്ലസ് പോയിന്റ് ഈസ് മേജർ കംപ്ലൈൻറ്റ് ഇതുവരെ ഞാൻ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. ഇനി എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഈ ഒരു വർഷത്തിൽ ഒരു മേജർ കംപ്ലൈൻറ്റിൻ്റെ വണ്ടി അത്രത്തോളം ബെസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ എടുത്ത ലോങ്ങൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വണ്ടി എന്നെ എവിടെയും നിർത്തിച്ചിട്ടുമില്ല. കറക്റ്റായിട്ടാണ് ആ വണ്ടി എന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തിലോട്ട് എത്തിച്ചത്. സോ അതുകൊണ്ട് വണ്ടിയെക്കുറിച്ച് എനിക്ക് നെഗറ്റീവ് പറയാനൊന്നുമില്ല. പക്ഷേ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. എന്താണ് ആ ഒരു കംപ്ലൈൻറ്റ് ഞാൻ മേടിച്ചപ്പോൾ മുതലുണ്ട്. പക്ഷേ അത് കോമൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്നോട് ഈ വണ്ടി ഞാൻ ചൂസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ബി ഓണസ്റ്റ് ഞാൻ പറഞ്ഞു, ലോങ് റൈഡിനും ടൂറിങ്ങിനും ആണ് നിങ്ങൾ, അതായത് ഒരു ഹൈവേ ക്രൂസിങ്ങിനൊക്കെയാണ് ഈ വണ്ടി നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 100-100 മാർക്ക് ഞാൻ അത്രയും മേടിച്ചു കണ്ണും കൂട്ടി.
അല്ലാതെ സിറ്റി റൈഡാണ് മൊത്തത്തിൽ നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്ക് ഡൊമിനാറിന് ഫാൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അത്രത്തോളം ഫാൻ സ്പേസ് ഉള്ള വണ്ടിയാണ് ഈ ഡൊമിനാർ. സോ അതുകൊണ്ട് നിങ്ങളൊരു ഡൊമിനാർ ഫാനാണെങ്കിൽ ഒന്ന് പോയി ടെസ്റ്റ് റൈഡ് അടിക്കുക. ഒരു മണിക്കൂർ സിറ്റി റൈഡിലൂടെ, സിറ്റി ട്രാഫിക്കിലൂടെയൊക്കെ. സോ എറണാകുളം, ബാംഗ്ലൂർ ഇവിടെയൊക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് പോയി ഒന്ന് അടിച്ചു നോക്കുക. അവിടുത്തെയാണ് ഏറ്റവും കൂടുതൽ ഹെവി ട്രാഫിക്. അതിനകത്തൂടെ നിങ്ങൾ ഓടിച്ചു. ഇത് ഓണസ്റ്റ്ലി നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യും, കൈക്കൊക്കെ ഈ വൈബ്രേഷൻ അടിക്കും. നിങ്ങൾക്ക് അത്ര ഒരു കംഫർട്ട് തോന്നില്ല ഈ വണ്ടി. ഞാൻ ഈ വണ്ടി ഹൈവേയിൽ ഒരു 150 to 160 വരെ ക്രോസ് ചെയ്തിട്ടുണ്ട്. പറയാലോ, ഓണസ്റ്റ്ലി ഞാൻ പറയാലോ, അത്ര കംഫർട്ടാണ്. എനിക്ക് ഒരു വണ്ടിയിൽ നിന്നും എനിക്ക് ഇത്രത്തോളം കംഫർട്ട് കിട്ടിയിട്ടില്ല. എൻ്റെ കയ്യിൽ പൾസർ 150 ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഡ്യൂക്ക് 390 ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് പൾസർ N250 ഉണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും എല്ലാം ഒരു ബെറ്റർ ഫീൽ എനിക്ക് കിട്ടിയത് ഡൊമിനാർ 400 മറ്റുള്ള ബൈക്ക് മോശം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് കൂടുതൽ ലോങ് റൈഡിനും ടൂറിങ്ങിനും പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമിനാർ 400 ആണ് ഞാൻ ചൂസ് ചെയ്യുക. സോ ഞാനിതൊരു റിവ്യൂ പറയുക എന്ന് പറഞ്ഞാൽ അതിന് വണ്ടിയുടെ എന്താ പറയുക, എൻജിനത്തെ കപ്പാസിറ്റി ഉണ്ട്, ഇല്ല ബ്രേക്ക് എങ്ങനെയാണ്, 3mm ആണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത്രത്തോളം, ഇതൊന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് അതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതെല്ലാം കണ്ടിട്ട് നിങ്ങൾ വണ്ടി എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ശരിയല്ല. നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി ആ വണ്ടി ഓടിച്ച് നോക്കാം. 3 സ്ഥലത്തൂടെ, ഒന്ന് സിറ്റി റൈഡ്, പിന്നെ മഡ് റോഡ്, പിന്നെ ഹൈവേ. ഈ 3 സ്ഥലത്ത് വണ്ടി ഓടിച്ച് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഒരു വണ്ടി ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. കാരണം നിങ്ങൾ ഈ 3 വഴിയിലൂടെയും യാത്ര ചെയ്യേണ്ടവരാണ്. ഇനിയിപ്പോൾ ഒരു ലോങ് ഇന്ത്യൻ ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ പോലും ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ട്രിപ്പ് അടിക്കാനാണ്. 2027 ഞാനിത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എനിക്ക് 100% കംഫർട്ടാണ് ഈ വണ്ടി. നിങ്ങൾ എന്നോട് ഈ വണ്ടി എടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ടൂറിങ്ങും പിന്നെ ഒരു ഹൈവേ ക്രൂസിങ്ങിനുമാണ്. അതായത് ടൂറിങ് ഒരു 70% നിങ്ങൾ ടൂറിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കണ്ണും കൂട്ടിയെടുത്തോ. അല്ലാണ്ട് നിങ്ങളൊരു ഓഫീസ് പർപ്പസ് ട്രാഫിക്കിലൂടെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങളതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് എടുക്കുക. പെർഫോമൻസ് വൈസ് വണ്ടി അടിപൊളിയാണ്. ഡൊമിനാർ എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ്ലി പവർഫുള്ള് കംഫർട്ട് വണ്ടിയാണ്. എൻ്റെ ശേഷം ഞാൻ 99 മാർക്ക് ഡൊമിനാറിന് പോകും. എനിക്ക് കിട്ടിയൊരു പ്രോബ്ലം, സോ അതൊരു മിസ്സിങ് ആണ്. ആ മിസ്സിങ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ട്രിപ്പിൽ ഒരു പ്രാവശ്യം എനിക്കൊരു മിസ്സിങ് വരാറുണ്ടാവട്ടെ. ഞാൻ കുറേ കാണിച്ചു, പക്ഷേ അവർ ചേഞ്ച് ചെയ്തു. പക്ഷെ വല്ലപ്പോഴും ആ ഒരു മിസ്സിങ് വരും. അത് നിങ്ങൾക്കും അനുഭവപ്പെടുന്നുണ്ടെന്നാണ്. ഡൊമിനാർ ഉള്ളവർക്കും ചിലപ്പോൾ അറിയാം ആ ഒരു മിസ്സിങ്. ഒരു വണ്ടി നല്ലൊരു ഇതിലിങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു വണ്ടിക്കൊരു മിസ്സിങ്, വണ്ടി ഒരു പിടുത്തം പോലെ വരും, എന്നിട്ടൊന്ന് ഇളകും, വണ്ടി വീണ്ടും മൂവ് ചെയ്യും, ചിലപ്പോൾ ഒന്ന് വണ്ടി ഓഫ് ആവാം. ഈ ഒരു കംപ്ലൈൻറ്റ് ഞാൻ ഡൊമിനാറിൽ കാണുന്നുണ്ട്. ഇതുപോലെ ഞാൻ എൻ്റെ പഴയ വണ്ടി N250 ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ച് ഡൊമിനാർ നിങ്ങൾ എടുത്തോ. ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് നിങ്ങൾ കാണണ്ട. ഇത് വല്ലപ്പോഴും വരുന്നൊരു മിസ്സിങ് ആണ്. ആ മിസ്സിങ് ചിലപ്പം എന്തെങ്കിലും ചെറിയ മൈനോട്ട് പ്രശ്നമായിരിക്കും. അത് കറക്റ്റായിട്ടുള്ളൊരു വർക്ക്ഷോപ്പ് കൊണ്ടുപോയി അവരത് ശരിയാക്കി തരും. ഞാൻ ഫേസ് ചെയ്തൊരു കംപ്ലൈൻറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. ഇതാണ് ഞാൻ കണ്ടത് ഏക മിസ്റ്റേക്ക് എന്ന് പറയേണ്ടത്. ഇതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഡൊമിനാർ എന്ന് പറയുന്ന വണ്ടി ഒരിക്കലും വെറുക്കില്ല. കാരണം എനിക്ക് അത്രത്തോളം പെർഫെക്റ്റാണ്, കംഫർട്ടാണ് ഈ വണ്ടി. സോ നിങ്ങളൊരു ടൂറിങ്, നിങ്ങളൊരു ലോങ് ട്രിപ്പൊക്കെയാണ് പോകാൻ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളൊരു എന്താ പറയുക പില്ലിയൻ റൈഡൊക്കെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, ഡൊമിനാർ കണ്ണുമൂടി ഒരു ഡൊമിനാർ എടുത്തോ. അല്ലാണ്ട് മേജർ കംപ്ലൈൻറ്റ് ഒന്നും എനിക്കിതുവരെ ഈ ഒരു വർഷത്തിനിടയിൽ ഞാൻ ഇതുവരെ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. കുറേ പേര് വേറെ ബൈക്കൊക്കെ എടുക്കുമ്പോൾ മേജർ കംപ്ലൈൻറ്റുകൾ വെച്ച് തിരിച്ച് ഷോറൂമിലൊക്കെ കൊണ്ടു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ബജാജിൻ്റെ ഡൊമിനാർ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രോബ്ലം തരില്ല. അപ്പോൾ ഇതൊരു 100% പെർഫെക്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഡൊമിനാറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യൂ. ഇനി എന്തെങ്കിലും
അതിന് കംപ്ലൈൻറ്റോ മേജർ ഇഷ്യൂസോ എന്തെങ്കിലും നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു കമൻറ്റ് യൂട്യൂബിനകത്തിടും. ഞാൻ അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ തരുന്നതാണ്. കാരണം എൻ്റെ വണ്ടിക്ക് അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ താങ്ക്സ് ഗൈസ്. റൈറ്റ്സ് കാണാം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും.